പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 13 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, നമ്മുടെ സ്വർഗീയ പിതാവിന് നന്ദി പറയുവാൻ നമുക്ക് ലഭിച്ച നല്ല സമയമായത്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനല്ലോ, കർത്താവിന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. ഓർത്ത് നോക്കിയേ, കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നമ്മളെ നടത്തിയ ദൈവമാണ്. ആമേൻ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ നമ്മളെ വിടുവിച്ചു. രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് നമ്മളെ കരുതിയ കർത്താവിന് ആ കൈകളെ ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ കർത്താവ് സൂക്ഷിച്ചത്. പോയ രാത്രിയിൽ ആമേൻ തന്റെ ചിറകിന്റെ മറവിൽ ആമേൻ നമ്മളെ ഒളിപ്പിച്ചു വെച്ചു. കഴിഞ്ഞ രാത്രിയിൽ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കൈപിടിച്ച് നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ ആമേൻ ആമേൻ. മുൻപിലും പിൻപിലും ആമേൻ ആമേൻ തന്റെ ദൂതഗണത്തെ നിർത്തി ആമേൻ നമ്മളെ ഇന്ന് പകൽക്കാലം സൂക്ഷിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതേ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ ബുദ്ധി ഉപദേശിച്ച് അങ്ങ് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ സഞ്ചരിക്കുവാൻ അങ്ങ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 146 സങ്കീർത്തനം, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ആമേൻ. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ മാത്രം ഈ പ്രഭാതത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കാതെ അങ്ങിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കൃപ തന്നാട്ടെ. ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ആത്മപകർച്ച കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച്, സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തന്റെ കുഞ്ഞുങ്ങൾ ഈ ഓഗസ്റ്റ് മാസം 13 അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ. ഞാൻ ഇവരെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. വെള്ളം വീഞ്ഞായ അത്ഭുതം നടന്നത് പോലെ ഇന്ന് പകൽക്കാലം നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ ആമേൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മിറക്കിൾസ് നടക്കട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരുന്നതിന് സ്തോത്രം. തലകറക്കം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. അത്ഭുതകരമായി തലയ്ക്കകത്ത് ഉണ്ടാകുന്ന ഭാരങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ അത്ഭുതകരമായി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തലകറക്കം, തലയ്ക്കകത്തുള്ള ഭാരങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ, നട്ടലിന്റെ ആമേൻ കണ്ണിക്കകത്ത് വ്യത്യാസമുണ്ടായിട്ട് വേദനയാൽ ഭാരപ്പെടുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നട്ടലിന്റെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കാല് താഴെ കുത്താൻ കഴിയാതെ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ ഇന്ന് ആമേൻ തന്റെ കുഞ്ഞുങ്ങൾ ആമേൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ആമേൻ ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ, ആമേൻ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് പോകുമ്പോൾ ഇന്ന് കർത്താവിന്റെ വലിയ ഫേവർ കാണാൻ സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവിക ഫേവർ ഉണ്ടാകട്ടെ. തന്റെ കുഞ്ഞുങ്ങൾ പോകുന്ന ഇന്റർവ്യൂവിൽ, ടെസ്റ്റിൽ, പരീക്ഷകളിൽ, ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ, വൈവ, എല്ലായിടത്തും ദൈവിക ഫേവർ ഉണ്ടാകട്ടെ. അപ്പൊ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, നാളത്തെ നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വലിയ ദൈവകൃപയിൽ ഇന്ന് നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കി കർത്താവിന് സ്തോത്രം. നാളെ രാത്രി കർത്താവ് അനുവദിച്ചാൽ 9:30 വീണ്ടും നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥിക്കുക, അതിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകും. യെരമ്യാവിന്റെ പുസ്തകം 48 അധ്യായം 10 വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഉദാസീനത അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ, താല്പര്യമില്ലാതെ ചെയ്യുന്നത് ശാപത്തിന് കാരണമാണ്. നമ്മൾ വിചാരിക്കും നമ്മളത് ചെയ്യുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അല്ല, കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ വേണം ചെയ്യുവാൻ. നമ്മൾ അതിനൊരു പേരിനെന്ന വണ്ണം ചെയ്യരുത്. ഇപ്പം നമ്മൾ പാട്ട് പാടുമ്പോൾ പാടുന്നത് ഒരു മനസ്സിലൊന്നും ചിന്തിക്കാതെ, ആ പാട്ടിന്റെ അർത്ഥവും മനസ്സിലാക്കാതെ, ഏതായാലും ഒരു പാട്ട് പാടണമല്ലോ എന്ന് വിചാരിച്ചല്ല നമ്മൾ പാട്ട് പാടേണ്ടത്. വേദോത്സവം വായിക്കുമ്പോൾ വേദോത്സവം അങ്ങ് വായിക്കുക. എന്താ വായിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നുപോയി. ഉദാസീനതയാണ്. ആമേൻ. അതായത് ഇൻവോൾവ് അല്ലാതെ ഒരു കാര്യവും കർത്താവിന്റെ വേലയിൽ ചെയ്യില്ല. ഇപ്പം നമ്മൾ ഇൻവോൾവ് ആകണം. ദൈവപ്രവൃത്തികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിലും നമ്മൾ ഇൻവോൾവ് ആകണം. നമ്മുടെ സഭയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അതും പൂർണ്ണമായി അതിനകത്ത് ഇൻവോൾവ് ആയി ചെയ്യണം. ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് മഹത്വം ഉണ്ടാകണം, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ദൈവസഭയ്ക്ക് ഉയർച്ച ഉണ്ടാകണം, ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് കർത്താവിന്റെ നാമം മഹിമപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ വേണം നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തും ചെയ്യുവാൻ. നമുക്ക് മനുഷ്യരെയൊക്കെ പറ്റിക്കാൻ കഴിയും. മനുഷ്യരെ പറ്റിക്കാൻ ഇപ്പം ബോസ് അവിടെ ഇല്ലാത്തപ്പം നമുക്ക് ഉഴപ്പി നടക്കാം. ബോസ് ഉള്ളപ്പം നമുക്ക് ഭയങ്കര പുറമേയുള്ള പല ഷോ കാണിക്കാൻ പറ്റും. ഇതൊക്കെ ബോസിനെ പറ്റിക്കാൻ, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ഓർത്തോണം, ഉദാസീനമായി ഇൻവോൾവ് അല്ലാതെ ചെയ്യുന്ന ഒന്നും കർത്താവ് അംഗീകരിക്കത്തില്ല. അത് നമുക്ക് ശാപത്തിന് കാരണമാകും, ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്താലും അതിനകത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഫുള്ളി ഇൻവോൾവ് ആയിരിക്കണം. നമ്മുടെ ദേഹി, ആത്മാവെല്ലാം അതിനകത്ത് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിരിക്കണം. പിന്നെ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം, ഞാൻ ചെയ്യുന്നതിന് എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ അല്പസമയം ഇരുന്നാൽ അതിനെനിക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ ബായയിലിരിക്കുന്നതേ ഉള്ളൂ, മനസ്സ് മുഴുവൻ വേറെ എങ്ങാണ്ട്. നമ്മുടെ ശരീരം അവിടെ ഇരിപ്പുണ്ട്. അത് കർത്താവിന്റെ സന്നിധി പ്രസാദകരമായി തീരുന്നില്ല. അപ്പം പ്രാർത്ഥിക്കാനിരുന്നാലും ബൈബിൾ വായിക്കാനിരുന്നാലും പാടാനിരുന്നാലും നമ്മൾ ശരീരവും മനസ്സും എല്ലാം അവിടെ ഉണ്ടാകണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്ത് കാര്യം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്താലും ഉന്മേഷത്തോടെ ചെയ്യണം, താല്പര്യത്തോടെ ചെയ്യണം, ശുഷ്കാന്തിയോടെ ചെയ്യണം. അതിനകത്ത് നമ്മൾ ഫുള്ളി ഇഴുകിച്ചേർന്ന് ചെയ്യണം. കാരണം കർത്താവിന്റെ പ്രവൃത്തിക്ക് കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ഉദാസീനമായി ചെയ്താൽ അത് അനുഗ്രഹമല്ല, ദോഷമാവരുത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് എന്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്താൽ, പ്രാർത്ഥിക്കുകയാണെങ്കിലും പാടുകയാണെങ്കിലും, ഒരാളോട് സുവിശേഷം പറയുകയാണെങ്കിലും, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും, നിങ്ങളായിരിക്കുന്ന ദൈവാലയത്തിനകത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിലും അത് പൂർണ്ണമായി ഇൻവോൾവ് ആയി ചെയ്യുക. അതിന് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും കേട്ടോ. ഇൻവോൾവ് അല്ലാത്ത കാര്യം ചെയ്യാൻ പോകരുത്. ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. അത് മുഖാന്തരം ദൈവനാമം മഹിമപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.